പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന കർത്താവിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്ന സ്വർഗീയ നിമിഷമാണ്. ഈശോ പത്രോസിൻ്റെ കാലുകൾ കഴുകുന്ന സമയത്ത് പത്രോസ് കർത്താവിനെ തടുക്കുന്ന ഒരു ഭാഗം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോഴേ കർത്താവ് പറയുന്ന വാക്കുണ്ട്. അന്ത്യത്തെ വേളയിൽ കർത്താവ് പറയുന്ന ആദ്യത്തെ വാക്കാകാം, ഞാനീ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പോഴും മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ആ വചനമുള്ളത്. 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ഞാനീ ചെയ്തത് എന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. കർത്താവിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാവുന്നതാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം, അതാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ലക്ഷ്യം. കുറേ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാവും. എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ദിവ്യകൃപാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് ആ വാക്ക് ഏറ്റവും കൂടുതൽ വലിയ നമുക്ക് സ്പർശ്യമായ സത്യമാകും. ഈ ഭൂമിയിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ്. നമ്മൾ തിരുവത്താഴ ദിവ്യപൂജയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ആത്മാവിൽ പ്രവേശിക്കാം. അതിനാമുഖമായി വേണം ഈ ആരാധന എൻ്റെ മക്കൾ ശ്രദ്ധയോടെ ഇരിക്കാൻ. നമ്മൾ ചിന്തിക്കുന്നതും സങ്കല്പിക്കുന്നതും നമുക്കറിയാവുന്നതിനപ്പുറമാണ് ദിവ്യകുർബാന. ഈശോ പറഞ്ഞ സത്യമാണ്. കർത്താവ് ചെയ്ത പല കാര്യങ്ങളിലെ ഒരു കാര്യമല്ല കുർബാന. ഒരു പക്ഷേ കർത്താവിനെ അടുത്തറിയാവുന്നവർക്കറിയാം, കർത്താവ് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. തൻ്റെ നിത്യമായ സാന്നിധ്യം നമ്മോടുകൂടി ആയിരിക്കാനുള്ളൊരു സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടി, അതിന് സമ്പൂർണ്ണമായ അർത്ഥവും അനുഭവവും പലതും പിന്നീടേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദിവ്യകുർബാനയെ വിശ്വാസത്തോടുകൂടി സമീപിക്കുന്നതിൻ്റെ കാരണം. അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് പിന്നീട് മനസ്സിലാവുന്നത്. അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ്, അത് നിത്യതയുടെ വിഷയമാണ്, നിത്യതയുടെ അനുഭവമാണത്. നമ്മൾ ഈശോയെ ഇനി നേരിട്ട് കാണുന്നൊരു കാലത്ത് പറയും, കർത്താവേ നീ തന്നെയായിരുന്നല്ലോ ഈശോയെ കുർബാനയിൽ എൻ്റെ കൂടെ കാലാകാലങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ ആരാധ്യനാകുന്നത്. അതുകൊണ്ടാണ് അവനെ കാണുന്ന മാത്രത്തിന് നമുക്ക് സ്തുതിക്കാൻ തോന്നിപ്പോണത്. കർത്താവ് തന്നെയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നിന്റെ ശരീരം എനിക്ക് നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്ക് നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഞാൻ വലിയൊരു സത്യം പറയട്ടെ. നമ്മൾ കർത്താവിനെ, ഈശോനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഈശോനെ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ഈശോ സ്നേഹിക്കപ്പെടേണ്ട വിഷയം എന്താ? ഈശോയുടെ സ്നേഹം നമ്മൾ അർപ്പിക്കുന്ന ആ സന്നിധാനം എന്താ? ദിവ്യകൃപ തന്നെയാ. ഈശോയുടെ സ്നേഹവും വാത്സല്യവും കരുതലും കാവലും എല്ലാം അടയാളമായി, അപ്പമായി, അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നത്. പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, ആരാധനയുടെ ഈ വലിയ ദിവസങ്ങളിലെ നീ ചെയ്ത കാര്യങ്ങള് എന്റെ ബുദ്ധിക്കോ ചിന്തിക്കോ അതിനപ്പുറത്തായാലും കർത്താവേ, വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രത്യാശയോടെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈ ഈശോയുമായിട്ട് ആത്മബന്ധമുള്ള ഒത്തിരി പേര് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ സ്വന്തമാണെന്ന് അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും കർത്താവിനോട് ചോദിക്കത്തില്ല. അതാണ് രസം. ഞാൻ അങ്ങനെ കുറേ സഹപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് ഒരിക്കലും അത് അവരുടെ ജീവിതത്തിൻ്റെ വിഷയം പോലും അല്ല ശരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ കുർബാനയുടെ ആൾക്കാരാണ്. ഈശോയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കുർബാനയുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ബൈബിളിനേക്കാളും കുരിശുരൂപത്തെക്കാളും അല്ലെങ്കിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിനേക്കാൾ അതെല്ലാം വരുന്നത് ദിവ്യകുർബാനയിൽ ഇവർക്കുള്ള കർത്താവുമായുള്ള സ്വകാര്യമായ ആത്മബന്ധത്തിന് ബഹിഷ്പൂരണമായിട്ടാണ് മറ്റുള്ള എല്ലാ ആധ്യാത്മികമായ കാര്യങ്ങളും വരുന്നത്. അതൊരു ആത്മബന്ധത്തിൻ്റെ കഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. കാര്യം അദ്ദേഹം വേറെ ഒരു സ്റ്റേറ്റിലാണ്. നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്നിൽ നിന്നാണ് വിശ്വാസം സ്വീകരിച്ചത്. വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവത്തിൽ എനിക്കൊരു കർത്താവിൻ്റെ കൃപയിൽ എനിക്കൊരു പങ്കുണ്ട്. അപ്പോഴേ ഇവിടുത്തെ അവസ്ഥയൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ ഞാൻ ചോദിക്കാതെ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ചോദിക്കാതെ ഒരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞതാണ്, അച്ഛാ കുർബാന കൂടാൻ പറ്റണില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് അടിക്കുമോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ കുർബാന സ്വീകരിക്കും? അത് ഞാൻ ഒളിച്ചും പാത്തുവെക്കൊരു മടത്തി പോവും. എന്നിട്ട് ഞാൻ പ്രായമായ കന്യാസ്ത്രീയോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, അവരുടെ മടത്തിൽ കുർബാന ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെന്ന് സിസ്റ്ററിൻ്റെയൊക്കെ ചെന്ന് ചോദിച്ചിട്ട്, ഞാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ കുമ്പസാരിച്ചോളാം, എനിക്ക് ഈശോനെ വേണമെന്ന് ഞാൻ പറയും എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ എനിക്ക് രഹസ്യമായി കുർബാന എടുത്ത് തരും, ഞാൻ അവിടെ 1 മണിക്കൂർ ഈശോയുമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്കൊരു കുർബാന മിസ് ചെയ്യണതിൽ പല ആൾക്കാർക്കും ഈ ദിവസം മിസ് ചെയ്തിട്ട് അത്രയ്ക്ക് വലിയ ഫീൽ ചെയ്യാത്ത ആൾക്കാരും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടാകാം. പക്ഷേ ഈശോയുമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് കർഫ്യൂവിൻ്റെ അപ്പുറത്താണ് കർത്താവുമായിട്ടുള്ള ബന്ധം. അതൊരു ബന്ധമാണ്. കാര്യം എന്താണ്? ആദ്യം അവൻ നമ്മളെ സ്നേഹിച്ചെന്നാണ് പറയണത്. അതിന് കാരണം അത്രയേ ഉള്ളൂ. എന്തെന്നാൽ ആദ്യം അവൻ നമ്മളെ സ്നേഹിക്കുകയും തൻ്റെ ശരീരം നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വിട്ടു നൽകുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നത് ദിവ്യകുർബാനയിലൂടെയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എന്നാൽ ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും തൻ്റെ ശരീരം നമുക്ക് വിട്ടു നൽകുകയും ചെയ്തു. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വിശേഷം 4:18 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുസ്തോത്രം 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 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുസ്തോത്രം യേശുസ്തോത്രം യേശുസ്തോത്രം.
ഒന്ന് യോഹന്നാൻ 4:18. വിശ്വസ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വസ്തോത്രം, വിശ്വസ്തോത്രം, കർത്താവേ സ്തോത്രം, ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അപ്പോൾ ദിവ്യകുർബാനെ കാണുമ്പോൾ അപ്പോസ്തലന്മാർ ആദിമസഭയെ പഠിപ്പിച്ചത് നിങ്ങൾ അവൻ്റെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനാണ് പറഞ്ഞത്. അതാണ്. എന്തെന്നാൽ അവിടുന്ന് ആദ്യം നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ ഫസ്റ്റ് ലവ്, അവിടുത്തെ ആദ്യ സ്നേഹമാണ് തൻ്റെ ശരീരം നമുക്ക് വിട്ടു നൽകുന്നതിലൂടെ കുർബാനയായി മാറിയിരിക്കുന്നത്. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന കർത്താവേ, നിൻ്റെ സ്നേഹത്തെ ആരാധിക്കുന്ന കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തെ ആരാധിക്കുന്ന കർത്താവേ, നിൻ്റെ സമർപ്പണത്തെ ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ ആരാധന പ്രകരണങ്ങൾ ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. എന്താണെന്നറിയാവോ? അത് സ്നേഹത്തിൻ്റെ പ്രകരണമാണ്. കർത്താവിനെ സ്നേഹിച്ചവരും അനുഭവിച്ചവരും അവിടെ ആത്മാവിൻ്റെ അനുരണനങ്ങളായിട്ട് ആവഹിച്ചു തന്നതാണ് അക്ഷരങ്ങളിലെ ഈ പ്രാർത്ഥന. പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈ വിജയകുമാർ എന്ന് പറയുന്നതാണ് ഈ സഹോദരൻ്റെ പേര്. അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, അതുപോലെ തന്നെ കർത്താവുമായിട്ട് അടുപ്പമുള്ള വേറൊരു സഹപ്രവർത്തകൻ എനിക്കുണ്ട്. അപ്പം ഞാൻ അവരെക്കുറിച്ച് ഓർത്തു. കാര്യം അവർ വാദം പിടിച്ച് ശരീരത്തെ പിടിച്ച് വീട്ടിൽ കിടക്കുമ്പോഴും 10-16 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് കുർബാന മുടക്കാതെ കർത്താവിനെ സ്വീകരിച്ചിട്ട് പോകും. പക്ഷെ അവർക്കും ഈ ദിവസങ്ങളിൽ കുർബാനയില്ല, കുർബാന കൂടാൻ പറ്റണില്ല. അപ്പോഴും ഞാൻ അവരെ പെട്ടെന്ന് ആ ആവേശത്തിന് വിളിച്ചത് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ നിനക്ക് കുർബാന തരാമെന്ന് പറഞ്ഞു. നീ അരുവിൽ കുർബാന സ്വീകരിച്ചിട്ട് നീ ടി വിയിൽ കുർബാന കണ്ടിട്ട് ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ നീ ഒരുങ്ങിയിരിക്കുക, ഞാൻ നിനക്ക് ഈശോനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അതാ വിജയകുമാറിൻ്റെ എനിക്ക് കിട്ടിയൊരു ഫീല് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് വിളിച്ച് പറഞ്ഞത്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഞാൻ പറഞ്ഞു, ശരിയായിരിക്കുമോ, സഭാപരമായിട്ട് അങ്ങനെ ചെയ്യണം ശരിയാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു കുറ്റബോധം പെട്ടെന്ന്. അപ്പം ഞാനത് എൻ്റെ കൂടെ എൻ്റെ ഇടവകയിൽ ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനോർത്ത് ആരും ചോദിക്കാനില്ല, അപ്പം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈശോനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഈശോ, ഞാനിങ്ങനെ ഈ കുർബാനയുടെ ആത്മീയ അടിയന്തരാവസ്ഥയിൽ നിന്നെപ്പോലും സ്വീകരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ എല്ലാ ദിവസവും ഏത് രോഗം വന്ന് പിടിപെട്ടാലും നിരങ്ങിയെങ്കിലും നിൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അവരെയൊക്കെയെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ദിവസങ്ങളുണ്ട്.
അപ്പം അവർ അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നത് കൊടുക്കാൻ സൗകര്യമുണ്ട് ഈശോയെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതിങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈശോ അതിനെക്കുറിച്ച് നീ എന്നാ പറയണമെന്ന് ചോദിച്ചു. നമുക്കറിയാമല്ലോ ഈശോയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം ഒരു സങ്കല്പമല്ല, നമ്മുടെ വിശ്വാസം ഒരു ആശയത്തിലല്ല. വി ആർ ബിലീവിങ് എ പേഴ്സൺ ജീസസ്. നമ്മളൊരു വ്യക്തിയിലാണ് വിശ്വസിക്കണം. അവരോടുള്ള ബന്ധമെന്ന് പറയുന്നത് ജീവൻ പരസ്പരം കൈമാറുന്ന വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ശരീരം എനിക്കു നൽകാൻ ഇത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്ക് നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും. അപ്പം ഞാൻ ഈശോയുടെ കർത്താവിൻ്റെ വചനം എടുത്തു വെച്ചിട്ട് ഞാൻ കുറേ നേരം ഞാൻ ഈ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഈശോയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എടുക്കണ ഓരോ തീരുമാനത്തിലും എനിക്ക് കർത്താവ് എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കണം, വേറെ മനുഷ്യരോട് ചോദിക്കത്തില്ല, ഈശോയോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വാട്ട് യു സെഡ് ജീസസ്, നീ എന്നാ അതിനെക്കുറിച്ച് പറയണത്? അതായത് ജീവിക്കണമെങ്കിൽ നമ്മൾ ഈശോയുമായിട്ട് ജീവിക്കണം. സൂപ്പറാണ്. എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് നിങ്ങളെപ്പോലെ. അപ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോയെ വാട്ട് യു സേ, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ ആത്മീയ വർദ്ധിയുടെ കാലമാണ്. അപ്പം നീയോട് ജീവിക്കുന്നവർക്കല്ലേ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. വാട്ട് യു സേ, നീ എന്താ ഈശോയെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചു. ഭയങ്കരമായിപ്പോയി ആ ഒരു അനുഭവം. എന്നുവെച്ചാൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ ബൈബിളിൻ്റെ പുറത്ത് കൈ വെച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ കണ്ണടച്ച് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്നറിയാമോ? എനിക്ക് കിട്ടിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് ഇപ്പം ജനകോടികളുടെ അനുഭവമാണ്. നമ്മൾ വിശ്വസിച്ചും വിശുദ്ധിയോടുകൂടിയും സത്യസന്ധമായ ഒരു വഴി നടത്തലിന് വേണ്ടിയാണ് കർത്താവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നോട് കർത്താവ് സംസാരിച്ചിരിക്കും. തത്ത ചീട്ടെടുക്കണ പോലെ നീ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി കർത്താവിനെ പരീക്ഷിക്കാൻ പിശാചിനെ പോലെ വരുമ്പോഴാണ് നിനക്ക് സന്ദേശം നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നിനക്ക് സന്ദേശം നഷ്ടപ്പെടത്തില്ല. എൻ്റെ ഒരു സത്യസന്ധമായ അവസ്ഥയാണ്. ഈശോയുടെ മൈൻഡ് ഈ വിഷയത്തിൽ എനിക്കറിയണം. ഈശോ എന്നെ സംസാരിച്ച് നിങ്ങൾക്കറിയാവോ? എനിക്ക് കിട്ടിയ വചനം ഞാൻ സിംഗിൾ ഓപ്പണിംഗ് ആണ്. മത്തായിയുടെ മർക്കോസിൻ്റെ സുവിശേഷമാണ് 15:46. ഞാൻ അത് വായിച്ചോടുകൂടി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതെന്താ എഴുതിയിരിക്കണമെന്നറിയാവോ? ജോസഫ് ഒരു ശുദ്ധമായ തുണിയെടുത്ത് അവൻ്റെ ശരീരം അതിൽ പൊതിഞ്ഞു, താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു സ്ഥലത്ത് പാറക്കൊണ്ടേ വെച്ച് സുരക്ഷിതമാക്കിയത്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. കർത്താവിൻ്റെ ശരീരം ഒരു പ്യൂരിഫിക്കേറ്ററിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇവരെ കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ നിങ്ങൾ ആ സന്ദേശത്തിൻ്റെ പോക്ക് നോക്കില്ലേ? എന്താണ് ജോസഫ്? എൻ്റെ പേര് പറഞ്ഞാണ് സംഭവം ചെയ്തിരിക്കണേ. ജോസഫ് തുവാലയെടുത്ത് അവനെന്ന് എഴുതി വെച്ചപ്പോഴാണ് ഞാൻ കണ്ണു നിറഞ്ഞു പോയത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് അവൻ്റെ ശരീരമല്ലല്ലേ, അവൻ തന്നെയാണല്ലോ എന്ന്. അതെനിക്ക് ഞാൻ വെറുതെ ഇരുന്ന് കുറച്ച് നേരം അവൻ്റെ ശരീരം എന്നല്ലേ എന്നാ പറഞ്ഞിരിക്കണത്. പക്ഷേ ഈശോ പറഞ്ഞത് ഞാൻ തന്നെയാണെന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈശോ നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ലേ, ഞങ്ങൾ ഈ കുർബാന പുസ്തകത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോസ്റ്റൽസ് ക്രീഡ് എന്ന്. അപ്പോസ്റ്റൽസ് ക്രീഡ്, അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണമെന്ന്.
ഈ വിശ്വാസപ്രമാണം ഉണ്ടാക്കിയതാരാ? അവൻ അപ്പോസ്തലന്മാരാ. അതുപോലെ അനുഭവം ആരുടെയാണ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആരുടേതാ? അപ്പോസ്തലന്മാരുടെയാണ്. ദൈവവേദനയിലെ നിനക്ക് എന്തെങ്കിലും കാലത്ത് ആശയപരമായി എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണത്? എനിക്ക് ആശയപരമായി എന്തെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെയ്യണത് അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞെന്ന് നോക്കും. അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞു? വാട്ട് ദെയർ എക്സ്പീരിയൻസ്. അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്? അവരല്ലേ കർത്താവിനെ തൊട്ടത്? അവരല്ലേ കർത്താവിനെ കൂടെ കിടന്ന് ഉറങ്ങിയത്? അവരല്ലേ കർത്താവിന് വേണ്ടി ജീവൻ പണയം വെച്ചത്? വാട്ട് ദേ സേ. അവരെന്നെ പറഞ്ഞു? അപ്പോസ്തലന്മാരുടെ പറയണത് എനിക്ക് കർത്താവിന് ഇഷ്ടമാണ്. ഈശോ പറഞ്ഞില്ലേ, അപ്പോസ്തലന്മാരോട് ചോദിച്ചില്ലേ 8:27 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ദൈവത്തിലെ ഈശോനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലന്മാരോട് ആദ്യം ചോദിക്കേണ്ടത്. കാര്യം കർത്താവും അവരോടാണ് ചോദിച്ചത്. വാട്ട് യു സേ ദാറ്റ് ഐ ആം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മർത്തായിയുടെ സുവിശേഷത്തിൽ 16 ഈ വചനമുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്. ഈശോ പോലും അപ്പോസ്തലന്മാരോട് ചോദിച്ചു വാട്ട് ദെയർ എക്സ്പീരിയൻസ്. അപ്പോൾ സഭയുടെ ആസ്തിയും അടിസ്ഥാനം എന്താണ്? അവരുടെ എക്സ്പീരിയൻസാണ്, അവരുടെ വിശ്വാസം എന്താണ്. അവരെന്താ എക്സ്പീരിയൻസ് ചെയ്തത്? മർക്കോസ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്? അവനെ എടുത്തെന്നാണ് പറയണത്. ഈശോനെ തന്നെ എടുത്തു, തുവാലയിൽ പൊതിഞ്ഞു. നമ്മൾ മർക്കോസ് സുവിശേഷം എഴുതിയത് 65 70-നും 90-നും ഇടയ്ക്ക് എഴുതിയ ആളാണ് മത്തായി സുവിശേഷം എഴുതിയ ആളാണ് മത്തായി ശ്ലീഹ. മത്തായി ശ്ലീഹ എഴുതുമ്പോൾ അവൻ്റെ ശരീരമെന്ന് എഴുതും 27:59. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് നോളജ് ഞാൻ എപ്പോഴും ഓർക്കുകയെ, ഫസ്റ്റ് ഹാൻഡ് നോളജ് എത്ര തീവ്രമാണെന്ന്. മർക്കോസ് 65 എഴുതിയാണ്. ഫസ്റ്റ് ഹാൻഡ് നോളജിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് നോളജിൽ എന്താ പറയണത്? അവനാണെന്ന്. ദിവ്യകുർബാന ആരാ? അവൻ തന്നെയാണ്. അല്ല അവൻ്റെ ശരീരം എന്നോ പറയേണ്ട കാര്യമില്ല. അവനാണ് ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് വി ബിലീവ് എ പേഴ്സൺ, വി ലവ് എ പേഴ്സൺ, വി സബ്മിറ്റ് അവർ സെൽഫ്സ്. നമ്മൾ സമർപ്പിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും വ്യക്തിയായ ജീസസാണ്. ദിവ്യകുർബാനയിൽ നീ വരുമ്പോൾ നിൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം. നീ ഒരു തിരുവപ്പത്തിന് മുമ്പിലല്ല നിൽക്കുന്നത്. ചില സമയത്തൊക്കെ പാട്ട് പാടുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും. ഓസ്തിരൂപൻ എന്നൊക്കെ പറഞ്ഞ് പാടത്തില്ലേ, ചുമ്മാ സാഹിത്യം അടിച്ച് വെക്കണം. അതൊക്കെ ഭയങ്കര ബ്ലാസ്ഫമി പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം എന്താണ്? അതല്ല, അത് ശരിക്കും കർത്താവ് തന്നെയാണ്, ദ റിയൽ പ്രസൻസ്. ആ ഒരു ബോധത്തിലാണ് നീ ദിവ്യകുർബാനയുടെ മുമ്പിൽ കർത്താവിൻ്റെ തിരുസ്ഥേന. ഞാൻ കുഞ്ഞുനാളിലൊക്കെ പഠിക്കുമ്പോഴല്ലോ, പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട് പള്ളിത്തോടെന്ന് പറയും, ചേർത്തല താലൂക്കിലെ തെക്ക് പടിഞ്ഞാറ് അറ്റത്താണ്. അവിടെ എല്ലാം വെള്ളമാണ്, തോട് തന്നെയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇപ്പോഴ് ഒറ്റമുണ്ട് വെള്ളമുണ്ടൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്നൊരു കാലമാണ്, സെമിനാരി പഠിക്കുന്ന കാലം. അപ്പോൾ അത് ആ സമയത്തും കർത്താവ്, ഞാൻ 2ാമത്തെ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ വികാരത്തിൽ 1ാമത്തെ കുർബാനയും കഴിഞ്ഞിട്ട് രോഗികൾക്ക് കുർബാനയും കൊണ്ട് തിരിച്ചു വരും. ചില രോഗികൾക്ക് കുർബാന കൊടുക്കുക. അപ്പോൾ കൊച്ചത്തിനായിരിക്കും ചിലപ്പോൾ 2ാമത്തെ കുർബാനയ്ക്ക് കയറണത്. അപ്പോൾ വികാരിച്ചനെ ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് കപ്പിലുമായിട്ട് കുർബാനയും കൊണ്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ 2ാമത്തെ കുർബാനയ്ക്ക് പള്ളിയിലോട്ട് പോവുകയായിരിക്കും ചെയ്യണത്. ആ സമയത്തായിരിക്കും ഈശോനെ കാണുന്നത്. അപ്പോൾ അവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ഞാനും മുണ്ടുമായിട്ട് ആ വഴി കയ്യും കുപ്പിക്കൊണ്ട് നിൽക്കുക. ഞാനിന്ന് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുകയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ആ കാലം തൊട്ട് തന്നെ. അതിൻ്റെ പേരിലാണ് കർത്താവിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ മനുഷ്യന് ഒരു പ്രശ്നമേ ഉള്ളതെന്നാണ്. ഞാൻ ഒരു 21 ലക്ഷം ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് 10-30 കൊല്ലത്തിനുള്ളിലൂടെ. പക്ഷെ എനിക്കിപ്പോഴും തോന്നിയിരിക്കുന്നത് മനുഷ്യന് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ആളുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രശ്നം. അത് പരിഹരിച്ചാൽ എല്ലാം പരിഹരിക്കാൻ പറ്റും. അത് പരിഹരിക്കാനുള്ള ഉച്ചയും കുറയുമാണ് പരിശുദ്ധ കുർബാന. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ
ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ആന്തരികമായൊരു ബന്ധത്തിൻ്റെ പേരിലാണ് ഇപ്പോഴേ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഈ ആഴ്ചയിൽ നമുക്ക് അനുഷ്ഠിക്കാനോ ആചരിക്കാനോ പറ്റണില്ലല്ലോ. അതൊക്കെ സെക്കൻഡറിയാണ് ശരിക്കും. അതിനൊക്കെ അർത്ഥം തന്നെ എപ്പോഴാണെന്നറിയാവോ? നമുക്ക് ഈശോയുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകുമ്പോഴാണ്. ആദ്യം ഉണ്ടാകേണ്ട ആത്മബന്ധമാണ്. ആത്മബന്ധത്തിൻ്റെ ആഘോഷമായിട്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വന്നിട്ട് അവ നമ്മളെ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും ദൈവികമായ ഉദ്ദേശം, അതായത് ലിറ്ററേച്ചറുടെ ഉദ്ദേശം എന്താണ്? ദൈവാനുഭവമാണ്. പക്ഷേ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ആത്മബന്ധമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹവുമായി അങ്ങ് എന്നോട് കാണിക്കുന്നൊരു ബന്ധം പോലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നോടും അതുപോലെ കണ്ണ് കാണിച്ച് കർത്താവേ, ഞാൻ ഒരു ബന്ധം ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ വിശുദ്ധ വാരത്തിലെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിജയകുമാർ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തനില്ലേ, അദ്ദേഹത്തിന് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം സഭയിലേക്ക് വരും മുമ്പ്. അപ്പം അദ്ദേഹം അന്നൊക്കെ എന്നോട് പറയണത് എന്താണെന്നറിയാവോ? എല്ലാ ദിവസവും കുർബാന മുടക്കാതിരിക്കും, പക്ഷേ ആൾക്കാരെല്ലാം പോയി കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആൾക്കാർ പോയി കഴിയുമ്പോൾ, അച്ഛനും പോയി കഴിയുമ്പോൾ കുർബാന അച്ഛൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന സ്ഥലമില്ലേ, കുർബാന കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലം, അവിടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ എന്തെങ്കിലും പൊടി താഴെ വീണ് കാണുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് നാക്ക് കൊണ്ട് തറയെ വെക്കും. എന്നിട്ട് പറയാം, കർത്താവേ, നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നാക്കെ വന്ന് പട്ടിപ്പിടിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതാണ് ബന്ധമെന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ എന്നോട് ഈശോ സുവിശേഷത്തിലൂടെ നല്ല പച്ച മലയാളത്തിൽ സംസാരിച്ചില്ലേ? ഈശോ ഇതാ അവസ്ഥ. എല്ലാവർക്കും അറിയാം, ഈശോനെ സ്വകാര്യമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വെറുതെയാണ് ഈ അപ്പോസ്തലന്മാർ മുഴുവൻ മരിച്ചത് കർത്താവിന് വേണ്ടി. ആരും കൊന്നിട്ട് രക്തസാക്ഷികളായിരുന്നില്ലേ? അങ്ങനെയില്ല. നമുക്ക് നമ്മളെല്ലാം കർത്താവിന് വേണ്ടി മരിച്ച രക്തസാക്ഷികൾ മാത്രമേ ഉള്ളൂ സുവിശേഷത്തിൽ. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നമ്മളാരെയും പോയി കൊന്നതല്ല. കർത്താവിന് വേണ്ടി ഏതറ്റം വരെ സഹിക്കാൻ തയ്യാറായ ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളാണ് നമുക്കുള്ളത്, വിശുദ്ധ രക്തസാക്ഷികൾ. അവരെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല ഈശോ പറഞ്ഞു, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക്
ഇപ്പോൾ ഏത് അനുഷ്ഠാനമില്ലെങ്കിലും ആചാരമില്ലെങ്കിലും നമുക്ക് ആത്മബന്ധത്തിന് ഒരു പഞ്ഞുമില്ല. നീ നിൻ്റെ സ്വകാര്യതയിൽ കർത്താവിൻ്റെ ഈ കുരിശിൻ്റെ വഴി പുസ്തകം പോലും ഇല്ലേ? പക്ഷെ ദേവമാതാവേ, ശ്രീഹാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വല്ല അർത്ഥം പറഞ്ഞിട്ടാണ് ഈ ആൾക്കാർ പറയണത്. കുറച്ച് പേർക്ക് അർത്ഥം അറിയാം. ഇത് എഴുതിയിട്ടുള്ള ആൾക്കാരില്ലേ, അത് അനുഭവിച്ച ആൾക്കാരാണ്. ഇത് എഴുതിയ പരിശുദ്ധ ദേവമാതാവിനോടാണ് പ്രാർത്ഥിക്കണത്. എന്താ പ്രാർത്ഥിക്കണത്? ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ആദ്യ ഹൃദയത്തിൽ പതിപ്പിച്ചത് ആരാണ്? അമ്മയാണ്. അമ്മ അതുകൊണ്ട് കുരിശ് വിട്ടു പോയില്ല. കർത്താവിൻ്റെ തിരുമുറിവുകൾ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്നവൻ ഒരിക്കലും സഹനത്തിൻ്റെ സമയത്ത് ദൈവത്തെ വിട്ടു പോകത്തില്ല. അമ്മ വിട്ടുപോയിട്ടില്ല. അതാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആചാരം കുറവായാലും അനുഷ്ഠാനമില്ലെങ്കിലും ആത്മബന്ധമുള്ളവൻ കർത്താവിനെ വിട്ടുപോകത്തില്ല. ആ ബന്ധം കർത്താവിൻ്റെ ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടുമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്ക് നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു വിശ്വാസത്തിൻ്റെ ബന്ധമല്ല, ഒരു ആശയവുമായിട്ടുള്ള ബന്ധമല്ല, ഒരു സങ്കല്പമായിട്ടുള്ള ബന്ധമല്ല, ഒരു സ്വകാര്യ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ ഈ ബന്ധം കൂടുന്നതനുസരിച്ച് എനിക്കത് അതെ, ദൈവത്തിന് ഒരു പഞ്ഞവും ഇല്ലെന്നേ. ശരിക്കും ദൈവത്തോട് ആത്മബന്ധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കും. അടയാളമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഈ ദിവ്യകുർബാനയിലെ കർത്താവ് ഇങ്ങനെ ന്യൂനീകരിച്ച് ഉറുമ്പിന് പോലും ഇങ്ങനെ നക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെ ഇരുന്ന് തരണമെങ്കിൽ അതെന്തൊരു അത്ഭുതമാണ്. ശരിക്കും അടയാളം കാണിക്കാൻ എന്തറ്റം വരെ ഈശോ പോകും. പ്രത്യേകിച്ച് തന്നോട് ആത്മബന്ധമുള്ള ആൾക്ക്. എൻ്റെ മക്കളെ, അടയാളം കുറയണേ എന്താണെന്നറിയാമോ? ആത്മബന്ധത്തിൻ്റെ കുറവാണ്. ഞാനും ഈ വിജയകുമാരും കൂടി ഞങ്ങളെപ്പോഴും ഒരു പ്രാർത്ഥനയ്ക്ക് പോകും. അമ്മയെടുത്ത് പോകും, വേളാങ്കണ്ണി പോയിരിക്കും. കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വലിയ സ്ഥലമാണെന്ന് എനിക്ക് എല്ലാവരേക്കും അറിയാവുന്ന എനിക്കാണ്. എങ്കിലും ഇവിടുത്തെ തിരക്ക് കാരണം ഞാനൊരു 6 ദിവസമൊക്കെ പ്രാർത്ഥിക്കാൻ അമ്മയെടുത്ത് പോയിരിക്കും. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു ദിവസം പോയപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ 3 മണിക്കൂറൊക്കെ നിന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ രാത്രി 1 മണി വരെയൊക്കെ അവിടെ പുറത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആരാധനയും കഴിഞ്ഞ് 3 മണിക്കുള്ള ആരാധനയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു 6 ജപമാല ചെല്ലാനുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് കണക്കുണ്ട്. ജപമാല 90 ജപമാലയാണ് ചെല്ലേണ്ടത്. ഈ വാഗ്ദാന പേടകത്തിൻ്റെ കൊന്തയെന്ന് പറയും. അതാണ് ഞങ്ങൾ കണക്ക്. അത് സ്വകാര്യമായിട്ടുണ്ടാക്കിയ ഒരു കണക്കാണ്, അല്ലാതെ പൊതുവായിട്ടുള്ള കണക്കല്ലത്. വാഗ്ദാന പേടകം 90 ദിവസമല്ലേ, അപ്പോൾ 90 കൊന്ത ചെല്ലണം ആ ഒരു തീർത്ഥയാത്രയ്ക്ക്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ വിജയകുമാരൻ വേളാങ്കണ്ണിയിൽ മാതാവിൻ്റെ മുമ്പ് നിൽക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഈശോ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കണം. ഇതൊരു ചിലരൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കല്പത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വി ആർ നോട്ട് ബിലീവിങ് ഇൻ സ്പെക്കുലേഷൻ അല്ല, വി ആർ ബിലീവിങ് എ ടാഞ്ചിബിൾ പേഴ്സൺ. അതറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിത് പറയണത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരണ സമയത്ത് പെട്ടെന്ന് ഒരു ചാരപ്രാവ്, ഇപ്പോൾ അവിടെ വലയിട്ടിരിക്കുക മുകളിൽ ഡോമിൽ. അപ്പോൾ അന്ന് വലയില്ലായിരുന്നു. അപ്പോൾ മുകളിൽ കുറേ ചാരപ്രാവുകളുണ്ട്. അതിൽ നിന്ന് 2 കലവില കൂടിയിട്ട് നേരെ താഴേക്ക് വന്ന് ഇതുപോലെ ഡോം വച്ചിട്ടുണ്ട്, തിരി കത്തിച്ചിട്ട്. ആരാധന കഴിഞ്ഞിട്ട് കുസ്തോതി അർലിക്ക കൊണ്ട് അകത്ത് വെച്ചിട്ട് ഈ തിരി ഊതിയെങ്കിലും ഡോം എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മുകളിൽ നിന്ന് വന്ന പ്രാവ് ഞങ്ങൾ ക്രാസിയലിങ്ങനെ നിൽക്കുകയാണ്, മുട്ടുകുത്തി നിൽക്കുകയാണ് കൊന്തഞ്ചേരിക്കൊണ്ട്. അപ്പോൾ ഈ ക്രാസിയെന്ന് വന്നിട്ട് ഈ പ്രാവ് വന്നിട്ട് നിങ്ങൾ നോക്കി, ഈ ക്രാസി കണ്ടോ, ഇതിൽ നിന്ന് തിരി ഒഴിച്ചെടുക്കാൻ എന്നാ പാടാണെന്നറിയാവോ? ഈ പ്രാവ് വന്നിട്ട് ഇത് ഉരുട്ടിയിടാതെ ഈ തിരി ഒടിച്ചെടുത്തുകൊണ്ട് പറന്നുപോയി. ഞാൻ കണ്ണു തള്ളിപ്പോയി. ആ കാഴ്ച ഞാൻ കണ്ടതാണ്. എൻ്റെ ഒരു 2 മീറ്റർ മുമ്പിൽ നടക്കുന്ന സംഭവമല്ലേ ഇത്.
മുകളിലെ പ്രാവ് വന്നിട്ട് തിരി ഇങ്ങനെ ഒടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് താഴെ വീണില്ലേ ഇത്? ചിറകടിച്ച് വരുന്ന പ്രാവ് താഴെ കളയാതെ ഇതിൽ നിന്ന് തിരി കൊത്തിയെടുത്തുകൊണ്ട് പോകണമെന്ന് ചിന്തിച്ച് നോക്കിയേ. വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഞാനത് കണ്ടതാ. ഒരു പച്ചത്തിരി. അപ്പോൾ വിജയകുമാർ ചോദിച്ച് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കൈ കാണിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ പ്രാവ് തിരിയും കൊണ്ട് മുകളിലോട്ട് എവിടെയോ പോയി മുകളിൽ ഇരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഇടയ്ക്ക് നോക്കുന്നുണ്ട് മുകളിലോട്ട് പ്രാവ് എവിടെ ഇരിക്കണം. അതിനെ കണ്ടില്ല, കുറേ പ്രാവുണ്ട് അവിടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ആ സെയിം പ്രാവ് ആ തിരി കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ തലയെ കൊണ്ടുവന്ന് വിട്ടു. എൻ്റെ അമ്മ, ഇത് എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ കാണുകയാണ് ഇത് കാഴ്ച. അതായത് ആ പ്രാവ് തന്നെ ആ തിരി കൊത്തിക്കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ തലയിലിട്ട് തിരി താഴെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കേണ്ട തിരി പ്രാവ് പോവുകയും ചെയ്തു. അപ്പോൾ എന്നോട് വിജയകുമാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ആ തിരി എടുത്ത് വിജയകുമാർ പോക്കറ്റിലിട്ട്. ഞങ്ങൾ 5:30 ഞങ്ങളുടെ ഒരു സെക്ഷൻ കൊന്ത കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് കപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി. പുറത്തു വന്ന് പറഞ്ഞ് എല്ലാം സംഭവിച്ചത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു കുഞ്ഞു ബൈബിൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ട്. ബൈബിൾ അദ്ദേഹം എടുത്ത് നോക്കിയിട്ട് ബൈബിൾ എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഓപ്പൺ ചെയ്ത്. അപ്പോൾ എന്നാ സംഭവം എന്നറിയാവോ? എന്തിനാണ് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ നീ ഇനി അമാന്തിക്കുന്നത്? അത് ആ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ കേസ് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് പുള്ളി വായിച്ചിരിക്കുന്നത്. വെള്ളമുണ്ടല്ലോ എന്ന് ഫിലിപ്പോസിനോട് പറയത്തില്ലേ? അപ്പോഴേ എന്നോട് ചോദിച്ചു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ ഈശോ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരി സാധാരണ ജ്ഞാനസ്ഥാനത്തിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. തിരി ജ്ഞാനസ്ഥാനത്തിലാണ് കൊടുക്കണം. കാര്യം ജ്ഞാനസ്ഥാനം നടത്തുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വലിയ ശനിയാഴ്ച ആകുമ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനം നവീകരിക്കുകയും ജ്ഞാനസ്ഥാന വാഗ്ദാനം പുതുക്കുകയും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേര് കർത്താവിനെ സ്വീകരിക്കുകയാണ് നിത്യരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരി കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ദൈവിക ജീവൻ ലഭിക്കുന്ന സമയത്ത് വൈദികനും ഈ തിരി കൊടുത്തുകൊണ്ട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് കൊടുക്കണത്. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ. ജ്ഞാനപിതാക്കളെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ കൊണ്ടുവന്ന ശിശു ജ്ഞാനസ്ഥാനത്താൽ പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു. അവനും ക്രിസ്തുവിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാവട്ടെ. പ്രകാശം. ഞാൻ ഓർത്ത് കർത്താവേ, ഇതൊക്കെ ഈ വചനവുമായിട്ട് നോക്കുമ്പോൾ ഈ തിരി കൊടുത്തത് പ്രകാശം കൊടുത്തതാണ്. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. എന്നോട് കുറേ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാനതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയണില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം അതിന് കുറേ സമയം വേണ്ടി വരും എന്താണ്. ഞാനത് നിർബന്ധിക്കാൻ പോയില്ല. അതിന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരും. അതിൻ്റെ തടസ്സങ്ങൾ തന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. ഞങ്ങളൊരു ദിവസം ഇസ്രയേലിൽ പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിൽ പോയി. കർത്താവിൻ്റെ ഖബറിടങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തൊരു ഉയർപ്പ് ഞായറാഴ്ച വന്ന ദിവസം വന്നപ്പോൾ എനിക്കൊരു അനുഭവം തോന്നി. കാര്യം എനിക്ക് കൊതിയായിരുന്നു ജോർദാൻ നദി കാണാൻ വേണ്ടി. അപ്പോൾ ജോർദാൻ നദിയിലേക്ക് പോണ വഴിക്ക് ഞാൻ എപ്പോഴും കണ്ണ് പാളിപ്പാളി നോക്കും. എൻ്റെ കർത്താവ് എവിടെയാണ് മുങ്ങിയത്, എവിടെയാണ് ഞാൻ സ്വീകരിച്ചത്, ആ പുഴ കാണാൻ വേണ്ടി ഞാൻ പോകുകയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ജവമാരെ ചൊല്ലിക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ജോർദാൻ നദി കാണുന്ന സമയത്ത് അവിടെ ചാടി ഇറങ്ങി നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന്. കാരണം പോൾ ദ സിക്സ്ത് മാർപ്പാപ്പയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ ആദ്യമായിട്ടും അവിടെ ജോർദാനിൽ വന്ന് നദി കണ്ടപ്പോൾ നദിയിൽ അടുത്തരുകിപ്പോയി എന്ന് വെച്ചും മാർപ്പാപ്പ കൈ ജോർദാൻ നദിയിൽ മുക്കി വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് സ്വന്തം ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു. ഈ ജ്ഞാനസ്ഥാനത്തിന് എപ്പോഴുള്ള സംഭവമാണത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് നമ്മളത് ആഗ്രഹിച്ച പുതുക്കി കിട്ടും നമുക്ക്. അപ്പോൾ ജോർദാൻ നദി വെച്ച് തന്നെ അദ്ദേഹം കൈമുക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ജ്ഞാനസ്ഥാന വ്രതം നവീകരിച്ചെടുത്തായിരുന്നു.
അപ്പോൾ എൻ്റെ മനസ്സ് വന്നു, ഞാൻ മാർപ്പാപ്പയൊന്നുമല്ല, കർത്താവിൻ്റെ ഒരു ചെറിയ ശുശ്രൂഷകനാണ്. അപ്പം ഞാൻ ഇറങ്ങി നിൽക്കും, എൻ്റെ വസ്ത്രത്തോടു കൂടി ഞാൻ ഇറങ്ങി നിൽക്കും. ആരോപ്പം വെള്ളത്തിൽ കർത്താവ് കുളിച്ച വെള്ളത്തിൽ ഞാൻ ഇറങ്ങി നിന്നിട്ട് ഞാൻ എൻ്റെ ജ്ഞാനസ്ഥാനം നവീകരിക്കുമെന്ന് പറഞ്ഞ് ഞാനത് വിജയകുമാറിൻ്റെ പറയാൻ പോയില്ല, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി നിന്നു, മനസ്സിൽ വിശ്വാസപ്രമാണം, ജോർദാൻ നദി ഇറങ്ങി നിന്നു, മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കുക. വിജയകുമാർ എൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാട്ടർ ബോട്ടിലുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധജലം കുടിക്കണം. പെട്ടെന്ന് ഈ മനുഷ്യൻ, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ ജ്ഞാനസ്ഥാനം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ എൻ്റെ കൂടെ നിന്ന് കരയ്ക്കെന്ന്, ഞാനിങ്ങനെ ആരോപ്പ വെള്ളം നിൽക്കുകയാണ്, കാര്യം ഞാൻ അറിഞ്ഞതിനെ നിൽക്കുകയാണ്, അദ്ദേഹവും പാൻസൊക്കെ നനഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് ഈ കുടിക്കണ വെള്ളം, ഈ മനുഷ്യൻ കരയ്ക്ക് എന്ന് വെച്ചാൽ കുടിക്കണ വെള്ളം അവിടെ കുടഞ്ഞിട്ടു. എന്നിട്ട് തിരിച്ച് നദിയിലേക്ക് ഇറങ്ങി വന്ന് എന്നിട്ട് എനിക്ക് കുടിക്കാൻ ഈ ബോട്ടിൽ എനിക്ക് തന്നു. ഞാൻ എന്താ കരിക്കുപ്പി തന്നെ എന്താണെന്ന് ചോദിച്ച് ഉടനെ ഈ മനുഷ്യനോട് പറഞ്ഞ് എന്നെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ ആകപ്പാടെ കർത്താവിൻ്റെ ഒരു നിമിഷം എന്നെ വരവ് കണ്ടില്ലേ, ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ ഈ കാരിക്കുപ്പി ജോർദാൻ നദി മുക്കിയതിന് ശേഷം അദ്ദേഹത്തെ എന്നോട് ആവശ്യപ്പെട്ടതല്ലേ, ഞാനത് മുക്കിയതിന് ശേഷം ഈ ആ ഒരു കുപ്പി വെള്ളം മൊത്തം ഞാൻ ഈ മനുഷ്യൻ്റെ തലയിലേക്ക് ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അയാൾ മുട്ടുകുത്തി. അങ്ങേര് കൂടുതൽ മുട്ടി, എന്നേക്കാൾ കൂടുതൽ പുഴയിലേക്ക് ഇറങ്ങി നിന്ന് മുത്തി. അപ്പോൾ ആ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരുന്ന അപ്പം ഞാൻ ഇത് കുപ്പിയിലെ വെള്ളം മുഴുവനും, കാര്യം അതൊരു വേറൊരു വികാര നിമിഷമാണ്. കാര്യം നമ്മൾ ജ്ഞാനസ്ഥാനത്തെ കർത്താവുമായിട്ട് ഐക്യപ്പെടുകയല്ലേ. അപ്പോൾ പുതിയ വ്യക്തിയായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ പൈതലായിട്ട് ദൈവിക ജീവൻ കിട്ടുന്ന സമയമല്ലേ. ആ മനുഷ്യൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാനത് അദ്ദേഹത്തിൻ്റെ തലയിലിട്ട് കർത്താവിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ച്. പക്ഷെ അതൊരു ഈസ്റ്റർ ഞായറാഴ്ചയാണ്. എൻ്റെ ഈസ്റ്ററിൻ്റെ മങ്ങാത്ത ഓർമ്മകളുടെ ഏറ്റവും വലിയ ഓർമ്മയാണ്. ഞങ്ങളൊരുമിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചതും ആ മനുഷ്യന് ദൈവിക ജീവൻ ലഭിച്ചതും കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൈവിക സ്വർഗീയ പങ്കാളിത്തം ലഭിച്ച ദിവസങ്ങളിലെ ഈ യാത്ര എന്ന് ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്നറിയാവോ, എൻ്റെ പല ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ ഒത്തിരിയേറെ സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻസ് പോലും പേര് കൊണ്ട് ക്രിസ്ത്യാനാണ്, പക്ഷേ ഇവർക്കാർക്കും ഈ എന്താണ് ക്രിസ്തു, ആരാണ് ക്രിസ്തു, ഏതോ ഒരു മതം, അതുപോലെ ഞാൻ ജനിച്ച കൊണ്ട് ആ മതത്തിൽ ചേർന്ന്, ഞാൻ വേറെ മതത്തിലാണ് ജനിച്ചതെങ്കിൽ അവിടെ ജീവിച്ചേന എന്ന് പറയുന്ന ലാഘവത്തോടെ എൻ്റെ ദൈവവേദന നീ ഒന്ന് ചിന്തിച്ചേ. നീ ഇത് ഈ വിശ്വാസത്തിൽ ജനിച്ചില്ലേ, കർത്താവ് നിന്നെ ജനിപ്പിച്ചാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിനക്ക് ദൈവത്തെ അറിഞ്ഞ് നിത്യത അവകാശമാക്കാൻ ദൈവരാജ്യത്തിൻ്റെ പൈതലായിട്ട് ദൈവം തന്ന അനുഗ്രഹമാണ് നിന്റെ ജന്മമെന്ന് ചിന്തിച്ചേ. എന്നിട്ട് നീ സത്യദൈവത്തെ ക്ലേശമില്ലാതെ, എത്രയോ മനുഷ്യരാണ് സത്യദൈവത്തെ ക്ലേശത്തോടു കൂടിയും രക്തസാക്ഷ്യത്തോടു കൂടിയും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നിനക്കൊരു മുടക്കമില്ലാതെ നിൻ്റെ ആത്മാവിനെ വീണ്ടെടുത്തുകൊണ്ട് നിത്യത പ്രാപിക്കാൻ അവകാശം ഓഹരിയാക്കാൻ വേണ്ടി ദൈവം, ഈ ദൈവത്തിന് വേണ്ടി, ഈ ആത്മാവിന് വേണ്ടി, ഈ ജീവന് വേണ്ടി നീ എന്താണ് തിരിച്ചു കൊടുക്കണത്? ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ കൂദാശ മുടക്കി ജീവിക്കുന്നവരുണ്ട്, വസ്തുതർക്കത്തിൻ്റെ പേരിൽ അകന്ന് ജീവിക്കുന്നവരുണ്ട്, സഹോദരമാണ് ഭിന്നത കഴിയുന്നവരുണ്ട്. യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായി കരുതണമെന്ന് പറഞ്ഞില്ലേ? കുപ്പയായി കരുതണമെന്ന് പറഞ്ഞ ആരാണ്? അപ്പോസ്തലനാണ്. അദ്ദേഹം പറഞ്ഞ കുപ്പ എന്താ? ജീവൻ, സ്വന്തം ജീവനെപ്പോലും വേസ്റ്റായിട്ട് കരുതിയ മനുഷ്യരാണ്. അതാണ് അപ്പോസ്തല അനുഭവം എന്ന് പറയുന്നത്. കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഘോഷിക്കുവാനും അതിന് സാക്ഷിയാകുവാനും വേണ്ടി കർത്താവിന് മനസ്സിലാകണം നമ്മൾ ആത്മാർത്ഥമായി അതിൽ വിശ്വസിക്കുന്നുവെന്ന്. അപ്പോഴാണ് ക്ഷമിക്കാനും കൊടുക്കാനും കണ്ടില്ലെന്ന് വെക്കാനും അനുരഞ്ജനപ്പെടാനും എല്ലാവരെയും സ്നേഹിക്കാനും ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. പക്ഷെ വെറും ദൈവസ്നേഹമല്ല, നമ്മുടെ വിശ്വാസ സ്നേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിശ്വാസമാണ്. നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കർത്താവുമായിട്ടുള്ള ആത്മബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനവധി നമ്പരം ആരും കാണാതെ കരളിലോ
മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പ്രിയമുള്ളവരെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യുകയായിരുന്നു. ഇനി കർത്താവ് നമ്മളെ ശക്തിയാൽ അഭിഷേകം ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളാണ്. രോഗശാന്തി അനുഭവിച്ച എല്ലാവരും പറഞ്ഞത് കർത്താവിൻ്റെ ശക്തിയുടെ അഭിഷേകമാണ്. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്, സ്നേഹത്തിലും ശക്തിയിലും. ഇപ്പോഴിനി ആ ഈശോനെ നമ്മൾ ശക്തിയോടെ അനുഭവിക്കാൻ പോവുക. കർത്താവേ, ഈ നിമിഷം മുഴുവൻ ആരാധന നിൻ്റെ കൂടെ ആയിരിക്കാൻ നീ അനുവാദം നൽകിയതിന് നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴനേകം മക്കൾ കർത്താവേ ലൈവായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നിന്നെക്കുറിച്ച് കേട്ടു, നീ ആരാണെന്ന് അറിഞ്ഞു കർത്താവേ. അവർക്കുണ്ടായിരുന്ന ആത്മബന്ധത്തെ അവർ ആഴപ്പെടുത്തി കർത്താവേ. അവരെല്ലാം നീ ആശീർവദിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഈശോ ശക്തിയാണ്. അതാണ് അപ്പോസ്തലന്മാരുടെ അനുഭവം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമായ യേശു ക്രിസ്തു. അന്ന് കൊറിന്ത്യൻസിൻ്റെ 1:24 കർത്താവ് ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തിയാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ശക്തിയാണ് രക്തസ്രാവ രോഗിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് രക്തസ്രാവ രോഗി പിറകിലൂടെ വന്ന് അവൻ്റെ വസ്ത്രാഞ്ചത്തിൽ സ്പർശിച്ചപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആരാണ് എന്നെ സ്പർശിച്ചെന്ന് ഈശോ ചോദിക്കും. 8:45 ലൂക്കായുടെ സുവിശേഷത്തിലെ. എന്തെന്നാൽ ഇതിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നുവെന്ന്. കർത്താവ് ആകുന്ന ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ രോഗത്തെ സുഖപ്പെടുത്തും. അതാണ് ലോകത്തിലെ ഏത് മതങ്ങളെക്കാളും ക്രിസ്തീയ ശുശ്രൂഷകളിലെ രോഗശാന്തിക്ക് ഇത്രയും വിലയുള്ളത് അതാ. ഇന്നും ഓരോ ദിവസവും 10,000 കർത്താവിൻ്റെ ശക്തി അനുഭവിച്ച് സൗഖ്യപ്പെടുന്നുണ്ട്. എല്ലാ കാലങ്ങളിലും ഇതുപോലെ അതിൽ വിശ്വസിക്കാത്തവരും ഉണ്ടാകും. അവർക്ക് അനുഭവങ്ങളില്ല, അതുകൊണ്ട് അവർ വിശ്വസിക്കണില്ല. അവരെല്ലാ വിഷയവും ബുദ്ധി പോലെ കാണാൻ ആഗ്രഹിക്കുന്ന, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ആൾക്കാർ ചോദിക്കുന്നില്ലേ, ഇത്രയും വലിയ വൈറസൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എവിടെ പോയെന്ന്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വൈറസ് തന്നെ ഉണ്ടാക്കിയത് ആരാണ്? എല്ലാത്തിനും മറുപടി ശാസ്ത്രമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ മാസം ഈ വൈറസ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ സിനിമാക്കാർ കളിയാക്കണ പോലെ മലപ്പുറം കത്തി അല്ലേ, എന്തെങ്കിലും മിഷൻ കണ്ണെന്നൊക്കെ പറഞ്ഞ പോലെ ചൊവ്വായി പോകാൻ പോണ്, ചന്ദ്രനിൽ താമസിക്കാൻ പോണ്. ഇപ്പം എവിടെ ഈ ആൾക്കാരൊക്കെ എവിടെ? ഈ അണുബോംബ് വരെ ഉണ്ടാക്കി തന്ന ശാസ്ത്രമാണ് അല്ലേ.
ഇപ്പോൾ ഈ വൈറസിനെയും വിട്ടിരിക്കുന്ന ശാസ്ത്രമാണെന്നാണ് പറയണത്. മനുഷ്യരാശിയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ വേണ്ടി. അതിനും ദൈവത്തെയാണ് വഴി പറയണത്. അപ്പോൾ അറിവില്ലാത്ത മനുഷ്യൻ സ്വാഭാവികമായിട്ട് ബുദ്ധിയെ മാത്രമേ, ഞാൻ ശാസ്ത്രത്തിന് എതിരായിട്ട് സംസാരിക്കുകയല്ല, പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അതിനേക്കാൾ വലുതാണ് സത്യം. ശാസ്ത്രത്തെക്കാൾ വലുതാണ് സത്യം. ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവം. അപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ശക്തികൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ സംഹാരമാണ് ഉണ്ടാകുന്നത്. അപ്പം ശാസ്ത്രത്തിൻ്റെ നന്മകൾ ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തന്നെ എന്ത് വേണം? ആദ്യം ദൈവത്തെ അംഗീകരിച്ച് വിശ്വാസം സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ്, അണുബോംബ്, ഇതുപോലെ വൈറസും ഒക്കെ ആയിട്ട്, കൊലയാളി വൈറസുമായിട്ട് ശാസ്ത്രം കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരുന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതല്ല അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപരമായാലും ശരി എളിമപ്പെട്ടുകൊണ്ട്, കർത്താവേ എനിക്ക് നിന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു അണുവിനെപ്പോലും കണ്ടുപിടിച്ചിട്ട് ഓടി പെരകത്ത് കയറിയിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എത്ര വീമ്പിളക്കിയിട്ടും കാണപ്പെടാത്ത ഒരു ജീവിയെ ഓർത്തിട്ട് ഞാൻ ഓടി പെരയിടത്ത് ഇരിക്കുകയാണ് 21 ദിവസമായിട്ട്. ഇതാണ് ഞാൻ എൻ്റെ ബുദ്ധിയെ ഞാൻ അടിയറ വെക്കുന്നു. കർത്താവേ എനിക്ക് അണുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് അണുവിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സൗഖ്യം ആരംഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ മഹത്വം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേകം രോഗികൾ, ക്വാറന്റൈനിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾ ലോകത്തുണ്ട്. കർത്താവെ, അവരെല്ലാം സ്പർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി രാവും പകലും വേർപ്പിഴക്കി ജീവിതത്തിന് അവതാളത്തിലൊക്കെ നിർത്തിയിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട്. കർത്താവെ, ഡോക്ടർമാരുണ്ട്. കർത്താവെ, അവരെല്ലാം നിയന്ത്രിച്ച് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സർക്കാരുണ്ട്. കർത്താവെ, അവരെല്ലാം നിയന്ത്രിച്ച് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവർക്ക് ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ത്വക്ക് രോഗമുള്ളവർ ശുശ്രൂഷയിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ശരീരത്തിൽ നിറം മാറി വരുന്നവരെ, ചുവന്ന നിറമായി വരുന്നവരെ, തൊലി പൊടിഞ്ഞ പോലെ തോന്നിപ്പോരുന്നവരെ, തൊലിക്ക് കട്ടി കുറഞ്ഞിട്ട് ഊത്തലെടുക്കുന്നവർ, അലർജി രോഗികൾ, വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗികൾ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ തളിക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ യേശുവേ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. കരള് രോഗികളെ സ്പർശിക്കണമേ. കരൾ രോഗികളെ സ്പർശിക്കണമേ. പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. പാൻക്രിയാസ് ഓ ദിവ്യ ഈശോയെ, ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ആണിപ്പഴുതാർന്ന അത്ഭുത കരത്താൽ ഈശോ മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം കർത്താവേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കുന്നതിന് വേണ്ടി നീ സ്വസ്തിക പോലെ ശരീരം പൊതിഞ്ഞുകൊണ്ട് ദിവ്യകുർബാനയ്ക്ക് സമർപ്പിക്കുക. കർത്താവെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ അങ്ങനെ രോഗികൾ വേദന അനുഭവിക്കുന്നവരെ കർത്താവെ ഈ ദിവ്യകുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കണം കർത്താവെ. ഈശോ, നീ അവരെ സ്പർശിക്കണമേ കർത്താവെ. അസ്ഥി രോഗികളെ സ്പർശിക്കണം കർത്താവെ. അസ്ഥി ഉരുക്കമുള്ളവരെ സ്പർശിക്കണം കർത്താവെ. ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരെ, രക്താർബുദക്കാരെ, ആർബുദ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. വാദരോഗികളെ സ്പർശിക്കണം കർത്താവെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ പ്രഷർ രോഗങ്ങൾ, അതിൻ്റെ മൂലകാരണങ്ങൾ, മസ്തിഷ്ക രോഗങ്ങൾ, മൂലകാരണങ്ങൾ, അവസ്മാര രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഈസ്റ്റർ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പൊതു ഐശ്വര്യത്തിലേക്കും സന്തോഷത്തിലേക്കും ഈ രാജ്യം കടന്നു വരണം. ലോകരാജ്യങ്ങളെല്ലാം കടന്നു വരണം. പക്ഷേ മനുഷ്യൻ മുമ്പത്തെക്കാളുപരി സ്നേഹമുള്ളവനും രാജ്യങ്ങൾ സഹവർത്തിത്വമുള്ളവരുമാകണം. എല്ലാം ശത്രുതയിൽ കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ട് പേടിപ്പിച്ചിട്ട് സമാധാനം ഉണ്ടാക്കുന്ന ശുദ്ധമായ ഒരു സമാധാനത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഈ ശുദ്ധമായ സമാധാനത്തെ പരസ്പരം പകപുറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെ കാണാത്ത ഈ ജീവി പേടിപ്പിച്ച് കളഞ്ഞിരിക്കണേ. അപ്പോൾ ഈ വൈറസിൻ്റെ കാലത്തിന് ശേഷം മനുഷ്യൻ പരസ്പരമായി എളിമപ്പെട്ടുകൊണ്ട് പരസ്പരം സഹകരിക്കുന്ന ഒരു പുതിയ ലോകക്രമം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 3 മാസത്തെ ഭക്ഷണം ഇവിടെ ഉണ്ടെന്നാണ് ഗവൺമെൻറ് അധികാരികൾ നൽകുന്ന സൂചനകൾ. പക്ഷെ 2 മാസമാണെന്ന് കരുതിക്കോ. ബാക്കി നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഒരു കാരണവശാലും ഈ കാലം ഇങ്ങനെ പോകാൻ പാടില്ല. എത്രയും വേഗം ഇത് അവസാനിക്കണം. നമ്മുടെ കാർഷിക മേഖല തകരുകയാണെന്നുണ്ടെങ്കിൽ ക്ഷാമമാകും. ക്ഷാമമായി കഴിഞ്ഞാൽ പിന്നെ ജീവികൾക്ക് പോലും ഇപ്പം തന്നെ ആനകൾക്ക് ഭക്ഷണമില്ലാതെയായി, കാക്കകൾ പോലും അക്രമാസക്തമായി, പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവിന് സമർപ്പിക്കാൻ പോകണം. നമ്മളെ പ്രാർത്ഥിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലാ ജീവജാലങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ പറ്റുന്ന ക്രമീകരണങ്ങള് ഈ ഭൂമിയിൽ ഉണ്ടാകണമേ. കാർഷിക മേഖലകളെ കർത്താവേ അഭിവൃദ്ധിപ്പെടുത്തണമേ. തിരിച്ച് ഞങ്ങൾക്ക് അധ്വാന മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ആരോഗ്യമായ അന്തരീക്ഷത്തെ അത് നിരപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന
സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴുള്ള ഈ കർഫ്യൂവിൻ്റെ സമയം കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലോട് ചെല്ലുമ്പോൾ നമ്മളെ എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓഫീസ് ജോലിയാണെങ്കിലും 3 ഇരട്ടിയായിട്ടുണ്ടാവും, പഠിക്കാനുള്ളതാണെങ്കിലും ഇരട്ടിയായിട്ടുണ്ടാവും. എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നിനും തുടങ്ങേണ്ടി വരികയാണ്. ഓഫീസിലെ, സ്കൂളിലെ, കോളേജിലെ, ഉപരിപഠനത്തിന് എല്ലാം നമ്മൾ ഒന്നിനും തുടങ്ങേണ്ടി വരികയാണ്. അപ്പോഴും മാനസികമായ സ്ട്രെസ് ഉണ്ടാകും. അല്ലെങ്കിൽ അതിന് പറ്റിയ പുതിയ സംവിധാനങ്ങളും പുനഃക്രമീകരണങ്ങളും വേണ്ടി വരും. എല്ലാത്തിനും മനുഷ്യനെ നയിക്കുന്ന സംവിധാനങ്ങൾക്കും സർക്കാരുകൾക്കും ദൈവം വിവേകവും വിവേചനവും നൽകണം. എല്ലാ സംവിധാനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ പ്രവാസത്തിൻ്റെ കാലം കഴിയുമ്പോൾ മനസ്സിമട് അകന്നവരും ഭിന്നത ജീവിക്കുന്നവരെല്ലാം മുമ്പത്തേക്കുള്ള ഐക്യപ്പെട്ട് വരാനിടയാകണമേ ഈശോ. പുതിയൊരു സമൂഹക്രമത്തിന് വേണ്ടി, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സമൂഹക്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജാതിയും മതവും പരസ്പരമുള്ള വൈരാഗ്യവും വക്രതയും ഭീകരപ്രവർത്തനവും എല്ലാം കൊണ്ട് കലുഷിതമായ ഒരു സമൂഹത്തിൽ കർത്താവേ, മനുഷ്യൻ ഭീഷണിക്കും ആയുധങ്ങൾക്കും കൊണ്ട് ബലം കാണിച്ചുകൊണ്ട് പരസ്പരം വിരട്ടി ഉണ്ടാക്കുന്ന സ്വസ്ഥതയ്ക്ക് കർത്താവേ അപ്പുറത്ത് പൈശാചികമായ സ്വസ്ഥത, അതിൻ്റെ അപ്പുറത്ത് കർത്താവ് ദൈവസഹത്തിൻ്റെ എളിമയോടും വിനയത്തോടെയും കർത്താവ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ആദരിക്കുന്ന സുവിശേഷവിഹിതമായ ദൈവിക സഹത്തിലെ കർത്താവേ ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനം ഈശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനം ഈശോ. സമാപന ആശീർവാദം. മുട്ട നിൽക്കുക. ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും മുട്ടിൽ നിന്ന് ഭക്തിയോടെയും സ്നേഹത്തോടെയും ആശീർവാദം മേടിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏത് വിഷയവും കർത്താവിൻ്റെ തിരുസന്നിധി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സമർപ്പിക്കുക. സാക്ഷ്യം പറയാൻ കർത്താവ് അനുവദിക്കുക. ആ ബോധ്യത്തിൽ വേണം വിശ്വാസത്തോടെ വിഷയം സമർപ്പിക്കാൻ. ഉടമ്പടി ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടി വിഷയമാണ് സമർപ്പിക്കേണ്ടത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്റ്റേ സേഫ്. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന ഈ സമയത്ത് 2 കൈകളും ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ
എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ.